തൃശൂരിൽ റദ്ദാക്കിയ നോട്ടുകൾ നൽകി വീട്ടുചെലവിന് പോലും പ്രയാസപ്പെടുന്ന ഒരു വയോധികനെ കബളിപ്പിച്ചു. മരം വിറ്റപ്പോൾ ഏകദേശം ഒരു 20,000 രൂപ കിട്ടി. 10,000-2000 നോട്ടുകൾ. അപ്പോൾ ഇതുമായി കടയിൽ ചെന്നപ്പോഴാണ് ഈ നോട്ട് നിരോധിക്കപ്പെട്ട കാര്യമൊക്കെ അയ്യപ്പൻ ചേട്ടൻ അറിഞ്ഞത്. അവസാനം അദ്ദേഹം സത്യത്തിൽ റോട്ടിൽ നിന്ന് കരയുന്ന അവസ്ഥയായിപ്പോയി. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ട് അദ്ദേഹത്തെ സഹായിച്ചു എന്നതാണ് ഇതിലെ നല്ല കാര്യം. ഞാൻ പറഞ്ഞ വില വരാതെ അവർ പറഞ്ഞ വിലയ്ക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കൊടുത്തു. അങ്ങനെ അവർ അഡ്വാൻസായിട്ട് 5 റുപ്യ തന്നു. പിന്നെ 10 റുപ്യ, മറ്റേ 20,000 റുപ്യ പിന്നെ കൊണ്ടുപോകുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. അത് കൊണ്ടുപോകുമ്പോൾ തരികയും ചെയ്തു. ഓരോന്ന് കയറ്റി കൊണ്ടുപോയി. എനിക്ക് അത്ര അറിയുന്നു. അതിനെക്കുറിച്ച് അന്ന് ഞാൻ ഈ നോട്ട് കൊണ്ടുപോയിട്ട് ആർക്കും കൊടുക്കാനും ഉണ്ടായിരുന്നില്ല. ഇതറിഞ്ഞത് ഞാൻ മിനിഞ്ഞാന്നാണ്. ഈ പൈസ എടുത്ത് ഞാൻ വേറെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് സാധനം മേടിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ലിഷോ ഉണ്ട് നമുക്കൊപ്പം. ലിഷോ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വരെ കുറച്ച് നാൾ കൂടി ഈ 2000 രൂപ നോട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതേപോലെ ഒരു പ്രായമായ മനുഷ്യനെ വല്ലാത്ത ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ വീണ്ടും അതിനുവേണ്ടി ഓടിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ പൈസ കൊടുത്ത് പോയവന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഇത് ആരാണെന്ന് മനസ്സിലായോ? അവരോടൊരു 2 വാക്കെങ്കിലും ആ നാട്ടുകാർക്ക് പറയാൻ പറ്റുമോ? ദിവിഷ്, ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന കാര്യത്തിൽ ആ വീട്ടുകാർക്കും, അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കോ ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ജീവിക്കാൻ തന്നെ വഴിയില്ലാത്തൊരു സ്ഥിതിയായിരുന്നു ഇവർക്കുള്ളത്. ആ ഒരു സമയത്താണ് 2 മരം വിറ്റെങ്കിലും ഇത്തരത്തിൽ തങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഒരു ജീവിത പ്രാരാബ്ധങ്ങൾ ഒന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടത്തിക്കളയാം എന്നുള്ള ഒരു ചിന്ത അവർക്ക് തോന്നിയത്. അങ്ങനെയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വീട്ടിലും അതുപോലെ തന്നെ ഈ പരിസരത്തും ഉണ്ടായിരുന്ന മരം മുറിച്ച് മാറ്റി അത് വിറ്റ് ഉള്ള പണം കൊണ്ട് കുറച്ച് നാൾ ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇവർ എത്തുന്നത്. ആദ്യം ഒരു 5,000 രൂപയാണ് ഇവർക്ക് നൽകിയത്. ആ 5,000 രൂപ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സമയത്താണ് പിന്നീട് ഈ പണം എവിടെയാണ് വെച്ചതെന്ന് പിന്നീട് മറന്നുപോയെന്നാണ് പറയുന്നത്. പിന്നീട് ഒരാവശ്യം വന്നപ്പോഴാണ് അത് തിരഞ്ഞെടുത്തതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ അയ്യപ്പൻ ചേട്ടനും മറ്റും ഈ തൊട്ടടുത്തുള്ള കടയിലേക്കും മറ്റും പോകുന്നത്. അപ്പോഴാണ് ഈ 2000 നോട്ടാണ് ഇതെന്നും അതുപോലെ തന്നെ ഇത് നിരോധിച്ചതാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അറിയുന്നത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം കരഞ്ഞുപോയെന്നാണ് പറയുന്നത്. കാരണം ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ തുക കയ്യിലുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. ആ പണവും ഉപയോഗിക്കാൻ പറ്റാത്ത പണമാണല്ലോ എന്ന് കരുതിയപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. പിന്നീടാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ ഇടപെട്ട് എത്തിക്കുന്നതും പോസ്റ്റ് ഓഫീസ് വഴി ഇത് മാറിയെടുക്കാമെന്നുള്ളൊരു ഒരു കാര്യം അറിയുന്നതുമെല്ലാം തന്നെ. പക്ഷെ അതിനും കുറേ നാളുകൾ എടുക്കും. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സമയമെടുക്കും. ഈ 2000-ൻ്റെ ഈ നോട്ടുകൾ 10,000-2000-ൻ്റെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആ നോട്ടുകളെല്ലാം തന്നെ മാറിയെടുക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം സമയമെടുക്കുമെന്നുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിലാക്കി. ആരാണിത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നിലവിലെന്തായാലും കേസിനും മറ്റും പോകാനായി താല്പര്യമില്ല. അതായത് ഇനി ഇതിൻ്റെ പുറകെ പോയി പണവും അതുപോലെ തന്നെ തങ്ങളുടെ സമയവും തങ്ങളുടെ ആരോഗ്യവും ചെലവഴിക്കാനായി അദ്ദേഹത്തിന് കഴിയില്ല. ഈ 2000 രൂപ മാറി വരുന്നത് വരെ ഇനി കാത്തിരിക്കാമെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്.